ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ചന്ദ്ര സച്ചിയും രേവതിയും അവരുടെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ആ ഒരു റൂം ഫസ്റ്റ് നൈറ്റിനായിട്ട് ഫുൾ അലങ്കരിക്കുന്നുണ്ടല്ലേ. അതായത് പൂക്കളൊക്കെ വെച്ച് പാലും പഴങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റപ്പായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതൊന്നും അറിയാൻ നമ്മുടെ സച്ചി റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് വിചാരിക്കുന്നത് പിണക്കത്തിലായിരുന്നല്ലോ ഇരുവരും തമ്മിൽ. അപ്പൊ ആ ഒരു പിണക്കം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും രേവതി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സച്ചി വിചാരിക്കുന്നത്. പിന്നീടാണല്ലോ അറിയുന്നത് ഈ ഒരു റൂം വർഷയ്ക്കും ശ്രീകാന്തിനും കൊടുക്കുന്നത് വരും. അപ്പൊ ഇത് കാണുന്ന സച്ചിയായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. മറ്റൊന്നുമല്ല, രേവതിയെ വീണ്ടും താലി ചേർത്ത്. അതുപോലെ തന്നെ രേവതിനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോയി സച്ചി ഒന്നുകൂടി താലി കെട്ടുന്നുണ്ട്. താലി കെട്ടി വീട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു ഫോട്ടോയൊക്കെ വീട്ടിലെല്ലാവരും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കും ശ്രുതിക്കും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഫോട്ടോയിൽ ക്ലാരിറ്റി പോരാ, ഇതെന്താ വേഷം കെട്ടാണ് ഈ കാണിക്കുന്നത്, താലി കെട്ടി 24 മണിക്കൂറും താലി കെട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ചോദിച്ചു ഇവർ ഒരുപാട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ സച്ചിയുടെ അച്ഛൻ ജേവി പറയുന്നുണ്ട് ഫോട്ടോ നന്നായിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ബന്ധം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താലി കെട്ടിയാൽ മാത്രം എപ്പോഴും ദൃഢമായിട്ടിരിക്കുന്നതൊക്കെ രവി പറഞ്ഞ് മനസ്സിലാക്കാണ്. വർഷയും ശ്രീകാന്തും അവിടെ ഏട്ടൻ നല്ല ഭംഗിയുണ്ട്, ഏട്ടത്തമ്മ അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു മണവാട്ടിയപ്പോൾ ഉണ്ടെന്നൊക്കെ വർഷയൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാവാണ്. അതിനുശേഷം ഇവരൊരു ഫോട്ടോ ഹാളിൽ വെക്കണമെന്ന് പറയുന്ന സമയത്ത് ചന്ദ്രൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് സച്ചി പറയും, ഞാൻ ഇത്ര നേരം വിചാരിച്ചൊരു ചെറിയ ഫോട്ടോ വെച്ചാൽ മതി എന്നാണ്. എന്തായാലും അമ്മ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വലിയ ഫ്രെയിമുള്ള ഫോട്ടോ വെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. പിന്നീട് ഇടയ്ക്ക് നമ്മുടെ രേവതി റൂമിലേക്ക് കയറി പയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ചോദിക്കുന്നത് എവിടെ പാലെവിടെ പൂവെവിടെ, ഫസ്റ്റ് നൈറ്റിന്റെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ലല്ലോ എന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ സച്ചയായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളെയല്ലേ വീണ്ടും താലി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് നൈറ്റിൻ്റെ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണം. ശ്രീകാന്തിനും വർഷയ്ക്കും ഒരുക്കി കൊടുക്കാൻ പിന്നെ എന്താ ഒരുക്കിയ കുഴപ്പം, രേവതി നിന്റെയുള്ള പൂവൊക്കെ കിടത്തിയെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയുടെ നാളത്തേക്ക് കൊടുക്കാനുള്ള പൂവാണെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പൊ സച്ചി പറയുന്നത് ഒന്നും വേണ്ട, നാളത്തേക്ക് നമുക്ക് വേറെ ഓർഡർ എടുക്കാം, എന്തായാലും ആ പൂക്കളെടുത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി എഴുന്നിട്ട് പോകുന്ന സമയത്ത് രേവതി തടയാനായിട്ട് സച്ചിയുടെ കയ്യിൽ കയറി പിടിക്കുന്നതാണ്. എന്നാൽ സച്ചിയുടെ കൂടെ തന്നെ രേവതിയും പൊങ്ങിപ്പോരുകയാണ് കേട്ടോ. അതിനുശേഷം ഉള്ളത് അടിപൊളി റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള സംസാരം എന്നത് സച്ചിയോടായിട്ട് രേവതി പറയുന്നുണ്ട്, നിങ്ങൾ നേരത്തെ ഒരു ഗുണ്ടയായിരുന്നു, ഇപ്പൊ ഞാൻ ഇപ്പോഴും ഗുണ്ടയാണെന്നാണ് ഞാൻ പറയുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേലോ എന്ന് പറയുന്നത് സച്ചിയുടെ മുഖഭാവം വേഗം മാറാണ്. അത് രേവതി പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മാത്രം റൗഡി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ചെന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കണം കേട്ടോ. അതിനുശേഷം നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നതിന് നല്ലത് നമുക്ക് എപ്പിസോഡ് കാണുന്നല്ലേ. എന്തായാലും ഈ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.